പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഒന്നിരായ വൈദിക സഹോദരരെ, സുവിശേഷ പ്രവർത്തകരെ, ദനഹായിക്ക് ശേഷമുള്ള ഒന്നാം ഞായറാണ് ഇത് സന്തോഷത്തിൻ്റെ സദ്വാർത്തയിലെ 12ാമത്തെ എപ്പിസോഡാണ്. അതിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ആദ്യമായി ഇന്നത്തെ സുവിശേഷ ഭാഗം നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 12 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ. യോഹന്നാൻ ബന്ധനസ്ഥനായെന്ന് കേട്ടപ്പോൾ യേശു ഗലീലയിലേക്ക് പിൻവാങ്ങി. അവൻ നസ്രത്ത് വിട്ട് സേബുലൂന്റെയും നഫ്താലിയുടെയും അതിർത്തിയിൽ സമുദ്രതീരത്തുള്ള കഫർനോമിൽ ചെന്ന് പാർത്തു. ഇത് യെശയ്യാ പ്രവാചകൻ വഴി അരുളി ചെയ്യപ്പെട്ടത് നിവൃത്തിയാകുവാൻ വേണ്ടിയാണ്. സമുദ്രത്തിലേക്കുള്ള വഴിയിൽ, യോർദാന്റെ മറുകരയിൽ, സേബുലൂൻ നഫ്താലി പ്രദേശങ്ങൾ, വിജാതീയരുടെ ഗലീലി, അന്ധകാരത്തിൽ സ്ഥിതി ചെയ്തിരുന്ന ജനങ്ങൾ വലിയ പ്രകാശം കണ്ടു. മരണത്തിൻ്റെ മേഖലയിലും നിഴലിലും വസിച്ചിരുന്നവർക്കായി ഒരു ദീപ്തി ഉദയം ചെയ്തു. അപ്പോൾ മുതൽ യേശു പ്രസംഗിക്കാൻ തുടങ്ങി, മാനസാന്തരപ്പെടുവിൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. അവൻ ഗലീലി കടൽ തീരത്ത് നടക്കുമ്പോൾ കടലിൽ വല വീശിക്കൊണ്ടിരുന്ന 2 സഹോദരന്മാരെ കണ്ടു. പത്രോസ് എന്ന് വിളിക്കപ്പെടുന്ന ശിമോനെയും സഹോദരൻ അന്ത്രയോസിനെയും. അവർ മീൻപിടുത്തക്കാരായിരുന്നു. അവൻ അവരോട് പറഞ്ഞു, എന്നെ അനുഗമിക്കുക, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാണ്. തൽക്ഷണം അവർ വലകൾ ഉപേക്ഷിച്ച് അവനെ അനുഗമിച്ചു. അവർ അവിടെ നിന്ന് മുമ്പോട്ട് നീങ്ങിയപ്പോൾ വേറെ 2 സഹോദരന്മാരെ കണ്ടു. സബദീപുത്രനായ യാക്കോബും സഹോദരൻ യോഹന്നാനും. അവർ പിതാവുമൊത്ത് വഞ്ചിയിലിരുന്ന് വല നന്നാക്കുകയായിരുന്നു. അവരെയും അവൻ വിളിച്ചു. തൽക്ഷണം അവർ വഞ്ചി ഉപേക്ഷിച്ച് പിതാവിനെയും വിട്ട് അവനെ അനുഗമിച്ചു. നമ്മൾ കർത്താവിൻ്റെ ദനഹ പെരുന്നാൾ ആഘോഷിച്ചു. ദനഹ എന്ന വാക്കിൻ്റെ അർത്ഥം എല്ലാ കുഞ്ഞുങ്ങൾക്കും അറിയാവുന്നതാണ്. ഉദയം. ആരാണ് ഉദയം ചെയ്തത്? പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മുടെ മനസ്സിൽ, നമ്മുടെ ആത്മാവിൽ ഉദയം ചെയ്തു. ഉദയസൂര്യൻ പ്രത്യക്ഷപ്പെടുമ്പോൾ പ്രഭാത നക്ഷത്രം മാഞ്ഞുപോകും. കർത്താവായ യേശു 30 വർഷത്തെ രഹസ്യ ജീവിതത്തിന് ശേഷം മാമോദിസ സ്വീകരിച്ച് പരിശുദ്ധാത്മാവിനാൽ ബലപ്പെട്ട് പരസ്യ ജീവിതത്തിലേക്ക് പ്രവേശിക്കുക. ഈ പരസ്യ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നതിന് തൊട്ട് മുമ്പ് യോഹന്നാൻ ഹെറോദേസിനാൽ കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെടുകയാണ്. യോഹന്നാൻ കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെട്ടു എന്ന് യേശു കേട്ടപ്പോൾ യേശു യൂദയായിൽ നിന്ന് പിന്മാറി ഗലീലി പ്രദേശത്ത് കഫർനൗം എന്ന് പറയുന്ന സ്ഥലത്ത് താമസമാക്കി പ്രവർത്തനം ആരംഭിച്ചു. ഇവിടെ യേശു പിൻവാങ്ങി, ഹി റിട്രീറ്റഡ് എന്ന് പറയുമ്പോൾ സ്നാപയോഹന്നാന്റെ ബന്ധനം, കാരാഗ്രഹം ഇത് കേട്ടപ്പോൾ യേശു തന്നെയും ഹെറോദേസ് അങ്ങനെ ചെയ്യും എന്ന് പേടിച്ചാണോ യേശു പോയത്? ഒരിക്കലുമല്ല. ഹെറഡ് അന്തിപ്പാസിന്റെ ഭരണമേഖല തന്നെയായിരുന്നു ഗലീലി പ്രദേശവും. അതുകൊണ്ട് യേശു പേടിച്ചുപോയി എന്ന് ആർക്കും പറയാനില്ല. എന്നാൽ മത്തായി സുവിശേഷകൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത് പ്രവാചക വചനം പൂർത്തിയാകേണ്ടതിനാണ് അവന് ഗലീലയിൽ പോയി താമസിച്ചത്.
അത് യെശയ്യായുടെ 9-ാം അധ്യായം 2-ാം വാക്യത്തിൻ്റെ ഉദ്ധരണിയാണ് ഇപ്പോൾ നാം വായിച്ചു കേട്ടത്. ഗലാൽ എന്ന ഹീബ്രു ഭാഷയിൽ പറഞ്ഞാൽ തടാകം എന്നാണ്. ഗലീലയ എന്ന് പറഞ്ഞാൽ തടാകത്തിൻ്റെ ചുറ്റുമുള്ള പ്രദേശം. ഈ പ്രദേശത്തായിരുന്നു കർത്താവ് തൻ്റെ പരസ്യ ജീവിതം ചെലവഴിക്കാനായിട്ട് ഇഷ്ടപ്പെട്ടത്. നമ്മൾ ഇപ്പോൾ വായിച്ചു കേട്ട 4:12 മുതൽ മത്തായിയുടെ സുവിശേഷം 19:1 വരെ ഉള്ള എല്ലാ പരസ്യജീവിത പ്രവർത്തനങ്ങളും ഗലീലയിലാണ് നടന്നത്. ഇംഗ്ലീഷിൽ യേശു ചെയ്ത പ്രവർത്തനങ്ങളെ നമുക്ക് ഓർത്തിരിക്കാൻ എളുപ്പമുള്ള 3 വാക്കുകൾ കൊണ്ട്, 3 ക്രിയകൾ കൊണ്ട് നമുക്ക് നമ്മുടെ മനസ്സിൽ കോറിയിടാം. ഹി വാസ് ടീച്ചിങ്, പ്രീച്ചിങ് ആൻഡ് ഹീലിംഗ്. 3 മിനിസ്ട്രികളാണ് യേശു ചെയ്തിരുന്നത്. അവൻ സിനഗോഗ് തോറും അവരെ പഠിപ്പിച്ചു, അവരോട് സുവിശേഷം പ്രസംഗിച്ചു. ആ പ്രദേശത്തുനിന്ന് രോഗികളായ എല്ലാവരുടെ മേൽ അവൻ കൈവച്ച് സുഖപ്പെടുത്തി. ടീച്ചിങ്, പ്രീച്ചിങ് ആൻഡ് ഹീലിംഗ്, ഇതാണ് യേശു ആ പ്രദേശത്ത് നടത്തിയത്. എന്തുകൊണ്ടാണ് ഈ പ്രദേശത്ത് അന്ധകാരത്തിൻ്റെ ഇടനാഴി എന്ന് വിശേഷിപ്പിക്കാനിടയായി? അവിടെ ഏകദൈവമായ യഹോവയിലുള്ള വിശ്വാസികൾ അവിടെ കുറവായി. ഇത് പുറജാതികൾ കൂടുതലായി താമസിച്ചിരുന്ന ഒരു പ്രദേശമാണ്. വാസ്തവത്തിൽ ഇസ്രായേൽ എന്നുള്ള പേര് ഇന്നത്തെ ഇസ്രായേലിൻ്റെ മൊത്തം രൂപമായിരുന്നില്ല. ഇസ്രായേൽ ഇന്നത്തെ വടക്കൻ ഇസ്രായേൽ, യസ്രീൽ എന്നൊരു താഴ്വരയുണ്ട്. അതിൽ നിന്നാണ് ഇസ്രായേൽ എന്ന പ്രദേശത്തിന് പേര് കിട്ടിയത്. അതിനാൽ ഇവിടെ ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ വടക്കൻ ഇസ്രായേലിനെയാണ് നമ്മൾ മനസ്സിലാക്കുക. അവിടെ പാർത്തിരുന്ന ഗോത്രങ്ങൾ എല്ലാം തന്നെ പിന്നീട് BC 733 അസീറിയൻ ചക്രവർത്തിയായിരുന്ന തിഗ്ലത്ത് പിലേസർ the third എന്ന് പറയുന്ന ചക്രവർത്തിയുടെ കാലത്ത് ഈ ഗലീലി പ്രദേശങ്ങൾ, അവിടെയുള്ള ഗോത്രങ്ങളും ഈ അസീറിയൻ ചക്രവർത്തി കീഴടക്കി അവരെ ബന്ധികളാക്കി സ്വന്തം നാട്ടിലേക്ക് കൊണ്ടുപോയി എന്ന് നാം വായിക്കുന്നു. അപ്പോൾ ആദ്യത്തെ എക്സൈൽ, ആദ്യത്തെ പ്രവാസത്തിൽ യൂദയായിൽ നിന്നുള്ള ആൾക്കാരില്ലായിരുന്നു. ഇസ്രായേലിൽ നിന്നുള്ള ആൾക്കാരാണ് അസീറിയൻ അടിമത്തത്തിൽ പോയത്. യെശയ്യ 8:19 മുതലുള്ള വാക്യങ്ങൾ നാം വായിച്ചു നോക്കിയാൽ ഈ യഥാർത്ഥ ദൈവമാകുന്ന യാഹ്വേയിൽ വിശ്വാസമില്ലാതിരുന്ന ഇവർ എന്താണ് വിശ്വസിച്ചിരുന്നത്? വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഒരിക്കൽ പറഞ്ഞു, ഇഫ് യു ഡോണ്ട് ബിലീവ് ഇൻ ഗോഡ്, വൺ ഗോഡ്, യു വിൽ ബിലീവ് ഇൻ ഓൾ തിങ്സ്. നീ ഏക സത്യദൈവത്തിൽ നീ വിശ്വസിക്കുന്നില്ലെങ്കിൽ നീ ലോകത്തിൽ കാണുന്ന എല്ലാ ദൈവങ്ങളിലും വിശ്വസിക്കുക, എല്ലാത്തിലും നീ വിശ്വസിക്കുക. ഇവർക്ക് ഒത്തിരി മറ്റ് അന്ധവിശ്വാസങ്ങൾ ഉണ്ടായിരുന്നു. പേഗനിസം, വെളിച്ചപ്പാടുകൾ. മനുഷ്യര് അവരുടെ ഭാവി കാര്യങ്ങൾ ഒക്കെ അറിയാനായിട്ട് ഈ വെളിച്ചപ്പാടുകളുടെ അടുത്തേക്ക് അവർ പോയിരുന്നു. മന്ത്രവാദികൾ, അതുപോലെ ഞരങ്ങുകയും മൂളുകയും ഒക്കെ ചെയ്തിരുന്ന, മരിച്ചവരെ വിളിച്ചു വരുത്തി ഭാവി പറയുന്ന ചില മനുഷ്യരുണ്ടായിരുന്നു. അവരുടെ
അവരെക്കുറിച്ച് ഞരങ്ങലും മൂളലും എന്നാണ് അവിടെ ഈ യെശയ്യാ 8 പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ വെളിച്ചപ്പാടുകളുടെയും മന്ത്രവാദികളുടെയും മരിച്ചവരെ വിളിച്ചു വരുത്തി ഭാവി കണ്ടുപിടിക്കുന്ന ആൾക്കാരുടെയും ഒക്കെ പുറകെ ഇവര് പോയിരുന്നു എന്നുള്ളത് കൊണ്ടാണ് ഇവര് കൂരിരുട്ടിൻ്റെ ദേശത്ത് വസിക്കുന്നവർ എന്ന് അവർക്ക് പേര് കിട്ടിയത്. എവിടെ കൂരിരുട്ടുണ്ടോ അവിടെയാണ് യേശുവിൻ്റെ സാന്നിധ്യം ഏറ്റവും കൂടുതൽ ആവശ്യമുണ്ട്. കാരണം യേശു അവകാശപ്പെട്ടു, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാകും. എന്നെ അനുഗമിക്കുന്നവൻ അന്ധകാരത്തിൽ നടക്കുന്നില്ല, അവന് ജീവന്റെ പ്രകാശമുണ്ടായിരിക്കും. വിശുദ്ധ യോഹന്നാൻ 8:12. ലോകത്തിൻ്റെ പ്രകാശമായി യേശു സ്വയം അവകാശപ്പെട്ടപ്പോൾ ഈ പ്രകാശം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള മേഖലയിലേക്ക് ഒരു മിഷൻ യാത്രയായിട്ടാണ് യേശു ഗലീലയിലേക്ക് പോകുന്നത്. അതുപോലെ യോഹന്നാന്റെ 9-ാം അധ്യായം 5-ാം വാക്യത്തിൽ പറയുന്നു, ലോകത്തിലായിരിക്കുമ്പോൾ ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്. ഒരു അന്ധന് പിറവിക്കുരുടന് കർത്താവ് കാഴ്ച കൊടുക്കുന്നതിന് തൊട്ടു മുമ്പാണ് ഈ പ്രസ്താവന നടത്തിയത്. യേശു തുപ്പൽ കൊണ്ട് ചെളിയുണ്ടാക്കി അവൻ്റെ കണ്ണുകളിൽ പൂശി അവനോട് പോയി കഴുകിയിട്ട് വരാൻ പറഞ്ഞു. കഴുകിക്കഴിഞ്ഞപ്പോൾ അവൻ സുഖപ്പെട്ടു. ഇതെല്ലാം വെളിവാക്കുന്നത് താൻ ലോകത്തിന് വെളിച്ചമായിട്ട് പ്രകാശമായിട്ട് വന്നു എന്ന് വെളിവാക്കാൻ വേണ്ടിയാണ്. അതിനുശേഷം യേശു പ്രസ്താവിച്ചു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, പശ്ചാത്തപിക്കുക. മെത്താനൊയ്യത്തെ ഏങ്കിക്കൻഗാർ എ ബസിലെയ തോൺ ഉറാനോൺ ബസിലെയ തോൺ ഉറാനോൺ. ഗ്രീക്ക് ഭാഷയുടെ അർത്ഥം സ്വർഗ രാജ്യമെന്നാണ്. മത്തായി സുവിശേഷകന്റെ പ്രത്യേകതയാണ് സ്വർഗരാജ്യം, ദൈവരാജ്യം എന്ന് പറയുന്നതിനേക്കാൾ സ്വർഗരാജ്യം എന്ന് പറയുന്നത്. രണ്ടും ഒരേ കാര്യമാണ്. എങ്കിലും ഒരുപക്ഷെ ദൈവം എന്നുള്ള പേര് ഒരു മനുഷ്യൻ അയോഗ്യമായിട്ട് ഉച്ചരിക്കാൻ സാധ്യതയുള്ളത് കൊണ്ട് അവർ ദൈവം എന്ന് പറയുന്നതിന് പകരം മറ്റ് വാക്കുകൾ ഉപയോഗിച്ചിരുന്നു. അതുകൊണ്ട് അത് ഒരു പര്യായമായിട്ട് മാത്രം മനസ്സിലാക്കിയത്. മാനസാന്തരപ്പെടുക എന്ന് പറഞ്ഞാൽ ഹൃദയത്തിൽ അവനവൻ്റെ പാപങ്ങളെക്കുറിച്ച് ചെറിയ പശ്ചാത്താപം ഉണ്ടാവുക, ദുഃഖമുണ്ടാവുക എന്ന് മാത്രമല്ല, പിന്നെയോ നമ്മൾ പറയാറുണ്ട് ഡിസാറ്റിസ്ഫാക്ഷനാണ് നമ്മുടെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവുണ്ടാക്കുക. നമ്മുടെ ജീവിതത്തിന് ഒരു കുഴപ്പമില്ല എന്ന് നമുക്ക് തോന്നിയാൽ പിന്നെ അവിടെ മാനസാന്തരത്തിന് പ്രസക്തിയില്ല. ഇപ്പോൾ എൻ്റെ ജീവിതം എങ്ങനെയായിരിക്കുന്നുവോ അങ്ങനെ ആയിരിക്കുന്നതിൽ എനിക്ക് അതൃപ്തി ഉണ്ടാകണം. അതൃപ്തി ഉണ്ടായാൽ മാത്രമേ, അത് സോഷ്യോളജിയിലും അങ്ങനെയാണ്, ഡെവലപ്മെൻ്റ് ഉണ്ടാകണമെങ്കിൽ ഒരു സമൂഹത്തിന് അവരവരുടെ സ്ഥിതിയിൽ അതൃപ്തി ഉണ്ടാകും. അതൃപ്തി ഉണ്ടായാലേ പുരോഗതി ഉണ്ടാവുകയുള്ളൂ. അതിനാൽ എൻ്റെ ജീവിതം ആകെപ്പാടെ തകരാറിലായി, എനിക്ക് ദൈവത്തെ കൂടാതെ, ദൈവത്തിൻ്റെ കരുണയില്ലാതെ എനിക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കുകയില്ല എന്നുള്ള ആ ഉറച്ച തീരുമാനത്തിൽ നിന്നാണ് ജീവിതത്തിന് അന്തരം വരിക. ഇവിടെ ദൈവരാജ്യം അല്ലെങ്കിൽ സ്വർഗരാജ്യം എന്നൊക്കെ പറയുമ്പോൾ ആരും അതിനെ ഒരു ജോഗ്രാഫിക്കൽ ഡയമെൻഷനായിട്ട് എടുക്കുന്നില്ല. ഭൂമിശാസ്ത്രപരമായ ഒരു പ്രവിശ്യയായിട്ട് ആരും മനസ്സിലാക്കും. ഇന്ന് രാജ്യം എന്നതിനേക്കാൾ, സ്വർഗരാജ്യം എന്നതിനേക്കാൾ ഇവിടെ ദൈവിക ഭരണം, ഗോഡ്സ് റെയിൻ, ദൈവത്തിൻ്റെ ഭരണം എന്ന്
വിവർത്തനം ചെയ്യാനാണ് ആധുനിക ബൈബിൾ പണ്ഡിതന്മാർക്ക് ഇഷ്ടം. ഞാൻ എന്നിൽ തന്നെ ദൈവത്തിൻ്റെ ഭരണം സ്വാഗതം ചെയ്യുകയും അത് സ്വീകരിക്കുകയും ചെയ്യുമ്പോൾ അവിടെ സ്വർഗരാജ്യം ആഗതമാകുന്നു. ഇതാണ് യേശുവും അതുപോലെ സ്നാപക യോഹന്നാനും ഒരേ വാക്കുകളിൽ തന്നെ പ്രസ്താവിച്ചത്. ദൈവരാജ്യം ഈ ഭൂമിയിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. യേശുവിന് നന്നായിട്ടറിയാമായിരുന്നു തൻ്റെ ആയുസ് വളരെ ഹ്രസ്വമാണ്. മുപ്പത്തിമൂന്ന് വർഷം എന്ന് പറയുമ്പോൾ അത് വലിയൊരു കാലമൊന്നുമല്ല. അതിനാൽ താൻ ഈ ലോകം വിട്ട് പിതാവിൻ്റെ സന്നിധിയിലേക്ക് പോകേണ്ടിയിരിക്കുന്നു. എന്നാൽ യേശു ഉദ്ഘാടനം ചെയ്ത ദൈവരാജ്യം ലോകാന്ത്യത്തോളം തുടരേണ്ടതാണ്. ലോകാന്ത്യത്തോളം തുടരണമെങ്കിൽ എന്ത് വേണം? ദൈവത്തിന് കൂട്ടുവേലക്കാരെ വേണം. വിശുദ്ധ പൗലോസ്ലീഹ തൻ്റെ മിഷൻ പ്രവർത്തനത്തെ, തൻ്റെ പ്രേക്ഷിത വേലയെ മനസ്സിലാക്കിയത് നാം ദൈവത്തിൻ്റെ കൂട്ടുവേലക്കാരാണ് എന്നുള്ള രീതിയിലാണ്. അങ്ങനെ കർത്താവായ യേശു ഈ ദൈവരാജ്യം സ്ഥാപിക്കുന്നത് ശിഷ്യന്മാരുടെ വിളിയോടുകൂടിയാണ്. യോഹന്നാന്റെ സുവിശേഷത്തിൽ അന്ത്രയോസാണ് ആദ്യം കർത്താവിൻ്റെ അടുത്ത് വരുന്നത്. അതിനുശേഷമാണ് തൻ്റെ സഹോദരനായ പത്രോസിനെ കൂട്ടിക്കൊണ്ടുവരുന്നത്. ഞാൻ മിശിഹായെ കണ്ടു, നീയും വന്നവനെ പരിചയപ്പെടുക എന്ന് പറഞ്ഞ് അന്ത്രയോസാണ് ശിമോനെ കൂട്ടിക്കൊണ്ടുവരുന്നത്. മത്തായിയുടെ സുവിശേഷം അങ്ങനെയല്ല. ഇവർ രണ്ടുപേരും ഒരേ സെക്കൻഡിലാണ് വിളിക്കപ്പെടുക. രണ്ടുപേരും പിതാവിന് വള്ളത്തിലിരുന്ന് വല നന്നാക്കുകയായിരുന്നു എന്ന് നാം വായിക്കും. യേശു കുറച്ച് മുമ്പോട്ട് നടന്നപ്പോൾ വേറെ രണ്ടുപേരെ, യാക്കോബിനെയും യോഹന്നാനെയും വിളിച്ചു. അവർ പിതാവിനോടൊപ്പം വഞ്ചിയിലിരിക്കുവായിരുന്നു. അങ്ങനെ 4 സ്ലീഹന്മാരെ ഒരു ദിവസം തന്നെ ഒന്നിനു പുറകെ ഒന്നായിട്ട് വിളിക്കുന്നതായിട്ടാണ് മത്തായിയുടെ സുവിശേഷം രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അങ്ങനെ നീ എൻ്റെ പുറകെ വരിക എന്ന് പറഞ്ഞപ്പോൾ സർവ്വതും ഉപേക്ഷിച്ച് അവര് ഉടനടി ഇറങ്ങിപ്പോയി. അതൊരു പക്ഷേ അത്ര പ്രകൃതി സഹജമായിരിക്കില്ല. വളരെ അടുത്ത ഒരു പരിചയം, അത് തുടരെ ആ പരിചയം ആവർത്തിച്ചപ്പോൾ യേശുവിനോട് അവർക്കൊരു ആഭിമുഖ്യം തോന്നി. അങ്ങനെയൊക്കെയാണ് സാധാരണ ലോകത്തിൽ നടക്കുക. എന്നാൽ മത്തായിയുടെ അവതരണത്തിൽ ഒരു ഇടിമിന്നൽ വരുന്നത് പോലെ വിളി വരുന്നു, ഉടനടി അവര് കർത്താവിനെ പിൻചെല്ലുന്നു എന്നുള്ളതാണ്. ഈ വിളിയുടെ പ്രത്യേകത എന്താണ്? ശിഷ്യന്മാരല്ല ഗുരുവിനെ തിരഞ്ഞെടുക്കുന്നത്, ഗുരുവാണ് ശിഷ്യരെ തിരഞ്ഞെടുക്കുന്നത്. അത് യേശു വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഞാനാണ് നിങ്ങളെ തിരഞ്ഞെടുത്തത്, നിങ്ങളല്ല എന്നെ തിരഞ്ഞെടുത്തത്. അവര് സാധാരണ മനുഷ്യരായിരുന്നു. വിദ്യാഭ്യാസമോ കുലീനതയോ മനുഷ്യ സമൂഹത്തിൽ സ്വാധീനമോ പണമോ ഒന്നും ഉണ്ടായിരുന്ന ആൾക്കാരായിരുന്നില്ല. അനുദിന അപ്പത്തിന് വേണ്ടി അതാത് ദിവസം ജോലി ചെയ്ത് റേഷനരി വാങ്ങിച്ചിരുന്നവർ, മാനുവൽ ലേബർ, ഫിസിക്കൽ ലേബർ നടത്തിയവർ. അവരോട് യേശു പറയുന്നത്, നിങ്ങൾ നിങ്ങളുടെ ജോലി ഉപേക്ഷിച്ച് പുതിയൊരു ജോലി എടുക്കണം. ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാണ്. ഇതാണ് ഓഫർ. അതിനാൽ ഒരു വ്യവസ്ഥയും കൂടാതെ യേശുവിനെ അനുഗമിക്കുക. 12 പേര് ഈ വ്യവസ്ഥയുമായിട്ട് വന്നു. യേശു അവരുടെ വ്യവസ്ഥകൾ സ്വീകരിച്ചില്ല. ഞാൻ പോയി എൻ്റെ പിതാവിനെ ഒന്ന് സല്യൂട്ട് ചെയ്തിട്ട് വരട്ടെ. സല്യൂട്ട് ചെയ്യുക
സ്വസ്തി പറഞ്ഞിട്ട് വരട്ടെ എന്ന് പറഞ്ഞാൽ പിതാവ് പ്രായമായിരിക്കുകയാണ്, പിതാവിൻ്റെ മരണശേഷം ഞാൻ ഫ്രീ ആകും, അപ്പോൾ ഞാൻ വരാം എന്ന് പറഞ്ഞ ഒരു ചെറുപ്പക്കാരനുണ്ട്. യേശു പറഞ്ഞു, എനിക്ക് നിങ്ങൾക്കൊന്നും ഓഫർ ചെയ്യാനില്ല, വലിയ സൗകര്യങ്ങളൊന്നും നിങ്ങൾ പ്രതീക്ഷിക്കരുത്. എൻ്റെ കൂടെ വന്നാൽ പട്ടിണിയായി. കുറുനരികൾക്ക് മാളങ്ങളുണ്ട്, ആകാശപ്പറവുകൾക്ക് കൂടുകളുണ്ട്, മനുഷ്യപുത്രന് തലചായ്ക്കാൻ ഇടവില്ല. ആ രീതിയിൽ യേശു വളരെ യാഥാർത്ഥ്യബോധത്തോടുകൂടിയാണ് ശിഷ്യന്മാരെ വിളിക്കുക. സുന്ദരമോഹന വാഗ്ദാനങ്ങളൊക്കെ രാഷ്ട്രീയക്കാർ കൊടുക്കുന്നത് പോലെ യേശു കൊടുത്തില്ല. ഇവിടെ ശിഷ്യന്മാരുടെ പ്രതികരണം എന്തായിരുന്നു? മത്തായിയുടെ സുവിശേഷപ്രകാരം യേശു വിളിച്ച അവസരത്തിൽ ഒന്നും കൂടുതൽ ആലോചിക്കാതെ, ആരോടും കൺസൾട്ട് ചെയ്യാതെ ഉടനടി എല്ലാം വിട്ടുപേക്ഷിച്ചു പോകുന്ന 4 ശിഷ്യന്മാരെയാണ് മത്തായിയുടെ സുവിശേഷം ഇവിടെ പറഞ്ഞിരിക്കുന്നത്. They received the call enthusiastically. വലിയ ഉത്സാഹത്തോടു കൂടിയാണ് അവർ യേശുവിൻ്റെ പുറകെ പോയത്. അവർക്ക് ആവപ്പെടെ കൈമുതലായിട്ട് എന്തുണ്ടായിരുന്നു? മീൻ പിടിക്കാൻ അവർക്ക് വശമുണ്ടായിരുന്നു. അതാണ് അവരുടെ ഒളി സ്കിൽ. ഒരുപക്ഷെ യേശുവിന് ഈ വളരെ ക്ഷമയോടുകൂടി തണുത്ത വെള്ളത്തിൽ രാത്രിയിൽ മീൻ പിടിക്കുന്ന ഇവരുടെ സ്കിൽ ഉണ്ടല്ലോ, അതൊരു പക്ഷേ യേശുവിന് ഉപയോഗിക്കാൻ സാധിച്ചേക്കും. കർത്താവ് അവരെ വിളിക്കുന്ന അവസരത്തിൽ അവർക്ക് എന്ത് ക്വാളിഫിക്കേഷൻ ഉണ്ടെന്നുള്ളതല്ല നോക്കുക. ഇനിയോ യേശു അവരുടെ നല്ല ഭാവിയെ കാണുന്നു. അവരെ വളർത്തിക്കൊണ്ടുവരാൻ യേശുവിന് സാധിക്കുമെന്ന് യേശുവിന് നന്നായി അറിയാം. അവരുടെ ടാലൻസ്, ഗിഫ്റ്റ്സ്, ഇൻട്രസ്റ്റ് എല്ലാം യേശു മുതലാക്കുകയാണ്, അസറ്റാക്കി മാറ്റുകയാണ്. അതേസമയം there is a cost of discipleship. നിങ്ങൾക്കറിയാവുന്ന പോലെ തിയോളജി പഠിച്ചവർക്കറിയാം, 34 വയസ്സിൽ നാസികളാൽ കൊല്ലപ്പെട്ട ലൂഥറൻ പാസ്റ്റർ ഡീട്രിഷ് ബൊനോഫർ തൻ്റെ തടവുകാലത്ത് എഴുതിയൊരു പുസ്തകമാണ് ദ കോസ്റ്റ് ഓഫ് ഡിസൈപ്പിൾഷിപ്പ്. അതിനുശേഷം അദ്ദേഹം വെടിവെച്ച് കൊല്ലപ്പെടുകയാണ് ഉണ്ടായത്. അതിനാൽ യേശുവിൻ്റെ ശിഷ്യത്വത്തിന് ഒരു വില കൊടുക്കാനുണ്ട്. എല്ലാവർക്കും ഉപേക്ഷിക്കാൻ പലതുണ്ട്. അപ്പനെയും അമ്മയെയും ഭാര്യയെയും മക്കളെയും വീടും സ്വത്തുക്കളും എല്ലാം ഉപേക്ഷിക്കാതെ ഒരാൾക്ക് എന്നെ അനുഗമിക്കുവാൻ സാധിക്കുകയില്ല എന്ന് യേശു പറഞ്ഞു. അതുകൊണ്ട് പർദീസായിൽ വിവാഹത്തെ സംബന്ധിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുണ്ട്. ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ആരംഭത്തിൽ ഒരുവൻ തൻ്റെ അപ്പനെയും അമ്മയെയും ഉപേക്ഷിച്ച് ഭാര്യയോട് ചേരും, അവർ രണ്ടുപേരും ഒന്നായിത്തീരും. അതുകൊണ്ട് ഗുരുവും ശിഷ്യനും ഒന്നായിത്തീരണമെങ്കിൽ മറ്റു പല കാര്യങ്ങളും ഉപേക്ഷിക്കാനുണ്ട്. അപേക്ഷ എന്ന് പറയുന്നതിന് ചേർന്ന് നിൽക്കുക എന്നുള്ളതാണ് അതിൻ്റെ മൂല അർത്ഥം. റിക്വസ്റ്റ് എന്നുള്ളതല്ല. ഒന്നിനെ ഉപേക്ഷിച്ചാലേ മറ്റേതിനോട് അപേക്ഷിക്കാൻ പറ്റുകയുള്ളൂ. അതിനാൽ ദൈവത്തോട് ചേർന്ന് നിൽക്കണമെങ്കിൽ മറ്റ് പല കാര്യങ്ങളോട് നമ്മൾ വിട പറയേണ്ടി വരും. സ്ലീഹന്മാരെ സംബന്ധിച്ച് അവർക്കിതൊരു ആന്തരിക യുദ്ധമായിരുന്നു. കർത്താവ് 3 വർഷം അവരെ കൂടെ കൊണ്ടു നടന്ന് രാത്രിയും പകലും അവരെ പഠിപ്പിക്കുകയും താൻ പ്രവർത്തിച്ച അത്ഭുതങ്ങളും രോഗശാന്തികളും എല്ലാം അവരെ കാണിക്കുകയും
ഒക്കെ ചെയ്ത ശേഷവും അവർക്ക് ഒന്നും മനസ്സിലാകാത്തതുപോലെ അവർ പ്രവർത്തിച്ചു എന്നുള്ളതും നമുക്കറിയാം. യേശു തൻ്റെ പീഡാനുഭവത്തെക്കുറിച്ച് പറയുമ്പോൾ തൻ്റെ അരുമ ശിഷ്യനായിരുന്ന ശ്രേഷ്ഠ ശിഷ്യനായിരുന്ന പത്രോസ് കർത്താവിനെ മാറ്റി നിർത്തിയിട്ട് പറഞ്ഞു, കർത്താവെ, ഒരിക്കലും നിനക്കത് സംഭവിക്കാൻ പാടില്ല. ദൈവം God forbid that such a thing happens to you. യേശു പറഞ്ഞു, സാത്താനെ, നീ എൻ്റെ പുറകിൽ പോ, നീ എനിക്ക് പ്രതിബന്ധമാണ്. നീ ചിന്തിക്കുന്നത് വെറും മാനുഷികമായിട്ടാണ്. ആരാണ് വലിയവൻ എന്നതിനെക്കുറിച്ച് സ്ലീഹന്മാരുടെ തർക്കമുണ്ടായപ്പോൾ യേശു പറഞ്ഞു, നിങ്ങൾ പുറജാതികളെ പോലെയാണ് ചിന്തിക്കുക. അതിനാൽ കർത്താവ് വളരെ കഷ്ടപ്പാട് സഹിച്ചു ഇവരെ ഒന്ന് പഠിപ്പിക്കാൻ. എന്താണ് ഈ വിളിയുടെ അർത്ഥം എന്ന് പഠിപ്പിക്കാനായി യേശു വളരെ കഷ്ടപ്പെട്ടതായി നമുക്കറിയാം. നമ്മളെ സംബന്ധിച്ചിടത്തോളം കുരിശിൻ്റെ മാർഗമില്ലാതെ വേറൊരു മാർഗമില്ല എന്ന് യേശു അവരെ പഠിപ്പിച്ചു. നമുക്കറിയാം, പിന്നീട് പരിശുദ്ധാത്മാവ് വന്ന ശേഷം സ്ലീഹന്മാർ അവരുടെ ദൗത്യം മനസ്സിലാക്കുകയും യോഹന്നാൻ ഒഴിച്ച് ബാക്കി എല്ലാവരും കർത്താവായ യേശുവിന് വേണ്ടി രക്തസാക്ഷി മരണം വെച്ചു. യോഹന്നാൻ മാത്രമേ കട്ടിലിൽ കിടന്ന് ശ്വാസം വലിച്ച് മരിച്ചിട്ടുള്ളൂ. അതിനാൽ കർത്താവ് ഒരാളെ വിളിക്കുന്നത് തൻ്റെ മാർഗം, കുരിശിൻ്റെ മാർഗം പിൻചെല്ലാനാണ്. കുരിശിലൂടെ മാത്രമേ മഹത്വമുള്ളൂ. അതിനാൽ ഈ ദനഹക്കാലം കർത്താവ് നമ്മളെ ഓരോരുത്തരെയും വിളിക്കുക. ഇവിടെ പുരോഹിതന്മാരുടെ വിളി അല്ലെ സന്യാസികളുടെ വിളിയെക്കുറിച്ചല്ല ഇവിടെ പറയുന്നത്. സർവ്വവിശ്വാസികൾക്കും ഒരു വിളിയുണ്ട്. ആ വിളിയെല്ലാം കർത്താവിനെ പിൻചെല്ലാനുള്ള വിളിയാണ്, കുരിശൻ്റെ മാർഗത്തിൽ ചെല്ലാനുള്ള വിളിയാണ്. അതിനാൽ ഈ രക്ഷകനെ നമ്മുടെ മുമ്പിൽ നാം കാണുമ്പോൾ അവനോട് ചേർന്ന് നിൽക്കുന്നതാണ് നമ്മുടെ ജീവൻ, നമ്മുടെ നിത്യജീവൻ. അതുകൊണ്ട് അവനെ കൂടാതെ എനിക്ക് ജീവനില്ല, അവനോട് ചേർന്ന് നിൽക്കാതെ എനിക്ക് മഹത്വമില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ വിളിയിൽ നമുക്ക് നമ്മളെ തന്നെ സമ്പൂർണമായി അർപ്പിക്കാം. ഈ ദനഹായുടെ ഈ അരൂപി ലോകത്തെ, പരിശുദ്ധ ത്രിത്വത്തെ ലോകത്തിന് കാണിച്ചു കൊടുക്കുന്ന അവസരമാണ്. നമുക്കും കർത്താവിനെ സാക്ഷ്യപ്പെടുത്തുവാൻ ഒരു വിളി ലഭിച്ചിരിക്കുന്നു. അതിൽ നമ്മൾ അലംഭാവം കാണിക്കരുത്. അലംഭാവം കാണിച്ചാൽ നമ്മളെ തമ്പുരാൻ എന്തിനായിട്ട് വിളിച്ചു ആ കാര്യം നടക്കാത്തത് കൊണ്ട് നമ്മൾ ശിക്ഷയ്ക്ക് അർഹരാകും എന്നുള്ളത് നമുക്കറിയാം. അതിനാൽ രാവും പകലും ഏത് സമയത്തും കർത്താവിനെ സാക്ഷ്യപ്പെടുത്തുവാൻ ഉള്ള വിളിയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് എന്നുള്ള ചിന്തയിൽ നമുക്ക് മുമ്പോട്ട് പോകാം. ദൈവം നമ്മളെ സമർത്ഥമായി ഈ പുതുവർഷത്തിൽ അനുഗ്രഹിക്കട്ടെ.